ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പുസ്തകം വായിക്കുന്നതിനിടയിൽ വായിച്ചത് മരുഭൂമിയിലെ മണ്ണ് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്, വെള്ളം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഒരു ദിവസം കുറച്ച് പച്ചക്കറി വാങ്ങിയപ്പോൾ അതിൽ കുറച്ച് ചീരവിത്തുണ്ടായിരുന്നു. ചീരവിത്ത് മീൻസ് ചീര വാങ്ങിയപ്പോൾ അതിൻ്റെ അത് ചീരവിത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൃഷി ചെയ്യാതെ വരും. അങ്ങനെ ഞാൻ ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ട് അതിൻ്റെ വിത്തെല്ലാം ഇട്ടപ്പോൾ അതെല്ലാം കിളുത്ത് വന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ വെട്ടുക്കിളി ആക്രമണമെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നേരിട്ട് കാണാനിടയായി. അപ്പോൾ അങ്ങനെ എൻ്റെ ചീരയെല്ലാം വെട്ടുക്കിളികൾ തിന്ന് നശിപ്പിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ചീരകൃഷി, പച്ചച്ചീരയാണ്. അപ്പം ഞാനതെല്ലാം കിളിപ്പിച്ച് അതെല്ലാം കിളുത്ത് വന്നപ്പോഴത്തേക്ക് എന്താക്കണ്ടോ, ഇതെല്ലാം വെട്ടുക്കിളികൾ വന്ന് തിന്ന് നശിപ്പിച്ചു. അവർക്കും ഭക്ഷണമാണ്, പക്ഷെ നമ്മൾ ഭക്ഷണാവശ്യത്തിന് വെക്കുന്നത് വെട്ടുക്കിളികൾ തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രയോജനമില്ലല്ലോ. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു മാർഗം ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഇതാക്കണ്ടോ, ഇത് മരുഭൂമിയാണ്, സൗദി അറേബ്യയാണ് രാജ്യം, മരുഭൂമിയാണ് സ്ഥലം. കണ്ടോ, മൊത്തം തിന്ന് നശിപ്പിച്ചു. അത് കിളുത്ത് വന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നു, പക്ഷേ ഇതെല്ലാം തിന്ന് നശിപ്പിച്ചു. അപ്പോൾ ആകെ മനസ്സിനാകെ അങ്ങ് വിഷമമായി. ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കണ്ടോ, വെട്ടുക്കിളി കണ്ടോ. അപ്പോൾ ഇതിനെ തുരത്താൻ പറ്റില്ല, ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ആക്രമിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻ്റ് അനുസരിച്ച് ഞാനത് ചെയ്ത് അതിൻ്റെ അപ്ഡേറ്റ് അറിയിക്കുന്നതാണ്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കൃഷിയെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ചീരവിത്ത് ഉണ്ടായിരുന്നത് ഞാനെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ അതിൽ സ്ഥിരമായി വെള്ളം ഒഴിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായി കിളുത്ത് വന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ പെട്ടെന്നായിരുന്നു ഇതെല്ലാം കിളുത്ത് വന്നത്. അധികം കെയറൊന്നും കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ ഇത് കണ്ടില്ലേ, വളരെ നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നട്ടു വളർത്തുന്നത് ഇതുപോലെ നശിച്ചു പോകുന്ന കാണുമ്പോൾ ഒരു വിഷമം. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതൊരു ഉപകാരം ആയിരിക്കുമെന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ കൃഷിയെ രക്ഷിക്കുക. സേവ് കൃഷി, സേവ് ഫാർമർ.